ഇത് വർക്കൗട്ട് ചെയ്താലും വെയിറ്റ് കുറയ്ക്കാന്ന് പറയാൻ നമ്മള് ഇന്നിതിൽ 10 ഇട്ട് തുടങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 10 എന്തിനാ 15 ഇട്ടടിക്കാന്ന് പറഞ്ഞ ഒരേ ഒരു വർക്കൗട്ട്. നമ്മൾ പണ്ട് ബാംഗ്ലൂർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആയിട്ട് പോയ കഥ പറയായിരുന്നു ഗൈസ്. 3 മാസം എന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്കിൽ കുറെ ഓർഗാനിക്സ് മാർക്കറ്റിംഗ്, ഇവരുടെ കുറെ കമ്മ്യൂണിറ്റി ഇല്ലേ, പാരന്റ്സിന്റെ കമ്മ്യൂണിറ്റി, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ലൈവ് പോവുക അവരുടെ ഇതിന്റെ അകത്ത്. അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. കുറച്ച് ഹാപ്പനിങ് കാര്യങ്ങളുണ്ട്. 3 മാസം കൊണ്ട് ഞാൻ മതിയാക്കി. ഏരിയ എല്ലാം മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ടാണോ ട്രേഡിങ്ങിലോട്ട് വന്നേ? ട്രേഡിങ് അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത്. ഇവിടെ ഇന്ന് അമലിന്റെ കഥയാണ്. അമലിന്റെ കഥകൾ ഇന്ന് നമ്മൾ കേൾക്കൂ. അമൽ ബാംഗ്ലൂർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആയിട്ട് പോയ കഥയും പിന്നെ അത് കഴിഞ്ഞ് ഒന്നും നടന്നിട്ടില്ല. ബാംഗ്ലൂർ പോയിട്ട് അത് മോശമല്ലോ. അമലിന്റെ മെയിൻ ഏരിയ കണ്ണൂരാ. കണ്ണൂർ വിട്ട് കൊച്ചി വന്നാൽ പോലും ഒന്നും നടക്കാറില്ല. പക്ഷെ പൊരുതു സെറ്റ് ചെയ്യാം. ബോംബെ പോയാലോ നമുക്ക്? ബോംബെ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമല് പറഞ്ഞു ഇല്ല, പണിയുണ്ട്, ഓഫ്ലൈൻ ബാച്ചിൽ പിള്ളേരുണ്ട്, ക്ലാസ് എടുക്കണം. കണ്ട അത്ര ഡെഡിക്കേഷൻ ആണ്. ബോംബെ പോയ പോലും വരത്തില്ല. ബോംബെ പോയ കുറെ കാഴ്ചകളുണ്ട്. പോവാം. ബോംബെ വ്ലോഗ്സ് കാണണമെന്നുള്ളവർ കമന്റിൽ പറയുക. സെറ്റ് ചെയ്യും. നമ്മളിത് ഗരാജിൽ കുറച്ച് പരിപാടിയായിട്ട് കുറച്ച് വണ്ടികൾ നോക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട്, ഇല്ലെങ്കിൽ കാണിച്ചു തരത്തില്ല. ഏത് വർക്കൗട്ട് ചെയ്താലും വെയിറ്റ് കുറയ്ക്കാന്ന് പറയാൻ നമ്മള് ഇന്നിതിൽ 10 ഇട്ട് തുടങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 10 എന്തിനാ 15 ഇട്ടടിക്കാന്ന് പറഞ്ഞ ഒരേ ഒരു വർക്കൗട്ടാണ്. എന്താണോ ഉദ്ദേശം? നന്നായിക്കൂടെ അമലേ? ആവേശം നിർത്തത്തില്ല. ഇത് 10,000 15,000 20,000 നിർത്തത്തില്ല. എത്ര തവണ ചെയ്യും? ഡെഡിക്കേഷൻ, 100% ഡെഡിക്കേഷൻ. ഇപ്പൊ 20 പറയണം. 10 കഴിഞ്ഞാൽ പിന്നെ പറ്റണ്ടേ? ഷൂട്ട് ചെയ്യാനാകെ മടി. വ്ളോഗൊക്കെ ഉള്ളൂ. മൈക്ക് വെക്കണം, പറയണം, വലിയ കഥയാണ്. നമ്മളുടെ ഇമ്പോർട്ടൻ്റ്. അതിനാണെങ്കിൽ 10 കിലോ കൂടുതൽ ഇടാനാണ്. ഇതിനകത്ത് 10 കിലോ കുറയ്ക്കണം. ബാപ്പറേ ബാപ്പ്. അമലിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യണം വർക്കൗട്ടുകളൊക്കെ. പക്ഷെ അതല്ലേ അങ്ങനെ ചെയ്താൽ അമലിൻ്റെ ഗ്ലൂട്ട് മാത്രമേ വളരുള്ളൂ. പിന്നെ ഫുഡ് അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ഈ പ്രീ വർക്കൗട്ട് മീൽ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഇറിറ്റേഷൻ വരും. സപ്ലിമെന്റ് അല്ല, ഫുഡ്. 6 മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചേ. അപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. ആ ഒരു ഫീൽ കിട്ടത്തില്ല. നമ്മൾ വിശന്ന ആ ഒരു മൂഡിലായിപ്പോൾ. മറ്റേ കട്ടിങ് സമയത്ത് 0 കാർബൊക്കെ ഇടുമ്പോൾ ഇതുണ്ടാവും. പക്ഷെ അല്ലാത്തപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും മൈൻഡ് പോവും, മൂഡ് പോവും, സുഖം കിട്ടുന്നില്ല. എന്നാണ് എല്ലാവരും ലഘു. ഒരു ആവശ്യമില്ല. എനിക്കുണ്ട് ഇവിടെ. ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു പ്രശ്നമുണ്ട്. ആണോ? എൻ്റെ അതാ മുട്ടിന് കിട്ടി കറക്റ്റ് ലോഡ്. അത് ടൈറ്റായിട്ട് നിൽക്കുന്നതിൻ്റെ. എൻ്റെ ഇൻസ്റ്റമായിട്ട് വന്നോ? ഓണാക്കിയിട്ടതാ. മറ്റേ അതിൻ്റെ ഒന്ന് ചാർജ് ആയിട്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഓണാക്കിയിട്ടേ കുറച്ച് നേരം. ഓണാക്കിയിട്ടേ അതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് എടുത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓഫാക്കാൻ പറ്റില്ല. അല്ലല്ല, ഇട്ടാ
എനിക്ക് വിശന്നാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് പൊട്ടിമ്പാറ കഴിച്ചുകൂടാ, ചോക്ലേറ്റ് കഴിച്ചുകൂടാ എന്നൊക്കെ പറയുന്നവർ അവിടെ ഇരിക്കത്തുള്ളൂ, ഞാൻ കഴിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരംഭിക്കലാമാ. ചോക്ലേറ്റ് ഒന്നുമല്ല ഗൈസ്, നമ്മുടെ രൺവീർ സിംഗിന്റെ സൂപ്പർ യു ആണ് കഴിക്കുന്നത്. സൂപ്പർ യു ഉത്തരസിനെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ഫീച്ചറാണ് ഞാൻ തരുന്നത്. എനിക്ക് പ്രോട്ടീൻ്റെ കാര്യത്തിൽ ആരോടും സ്നേഹമില്ല ഗൈസ്. കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ മേടിക്കുന്ന ചിക്കൻ എൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ കൊടുക്കത്തില്ല. വലിയ ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കോമ്പറ്റീഷൻ സമയത്ത്. നമുക്കൊരു ഫുഡ്, വീട്ടിൽ വേറൊരു ഫുഡ്, ഈ മൂഡിലാണ് പോകുന്നത്. അമ്മ ഇടയ്ക്ക് അനിയന് എൻ്റെ ചിക്കനിൽ നിന്നൊക്കെ മേടിച്ച് വെക്കും, വേറെ കറിയില്ലെങ്കിൽ. ഏറ്റവും വലിയ അംഗങ്ങൾ വീട്ടിൽ നടന്നിട്ടുള്ള എൻ്റെ ഫുഡിൽ തുടങ്ങും. കോമ്പറ്റീഷൻ ഒരാഴ്ച മുന്നേ, 2 ആഴ്ച എന്താ മുന്നേ, ആ സമയത്ത് വന്ന് നമുക്ക് അത്രയും ഭ്രാന്തായിരിക്കും. എന്നിട്ട് ഞാനന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഡയറ്റ് വേണ്ടിയിട്ട് എവിടെയോ ദൂരെയൊക്കെ പോയി സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ചിട്ട് വന്നു. നമ്മുടെ നാട്ടിൽ ആ സമയത്ത് സ്വീറ്റ് പൊട്ടറ്റോ കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ അമ്മ അതെടുത്ത് വന്ന റിലേറ്റീവ്സിന് കൊടുത്ത് പ്രശ്നമായി, അങ്കായി, വലിയ വിഷയമായി. അവിടെ മുന്നേ വെച്ച് ആ വിഷയം ഉണ്ടാക്കിയ അത് തൊട്ട് വൈകിട്ട് കഴിഞ്ഞാൽ വിട്ടു. അമ്മ അതിന് തീരാൻ കിടന്നിട്ടുണ്ട് വീട്ടിൽ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് വേണ്ടി. ആരംഭിക്കലാമാ, അത് ആ ട്രാക്ക് തന്നെ പറയുക, ആരംഭിക്കലാമ കേട്ടെ. കാഫി മുട്ടണം, കാഫി മുട്ടണം, കാഫി മുട്ടണം. ഇവിടെ ഇങ്ങനെ താഴെ വേണം. 2 3 കുറച്ച് ലെഗ് ഇങ്ങനെ അടിക്കുമ്പോൾ സന്തോഷം. നമ്മൾ ബോട്ട് ഓൺ ദ ഫ്ലോർ. അടി ഈസി നമ്പർ 3 4. ഇരിക്കട്ടെ 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 ഇരുന്നേ ഇരുന്നടിപ്പാ. 4 ഒന്നുകൂടെ. 4. ഇതല്ല ഒറ്റ മൈൻഡ് പൊങ്ങത്തില്ല. ഒന്നുകൂടെ ഒന്നുകൂടെ 1 2 3. വെക്കാൻ പറ്റത്തില്ല. ഇരിക്കട്ടെ 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 ഇരിക്കട്ടെ. എഴുന്നേക്കാൻ പറ്റില്ല നേരത്തെ പോലെ. ഒറ്റ മൈൻഡ്, ഒറ്റ മൈൻഡ്, ഒന്നുമില്ല, ഒറ്റ മൈൻഡ്. ഇന്ന് എഴുന്നേക്കാൻ പറ്റില്ല ഉറപ്പാ. 24 എഴുന്നേറ്റാലും മീശയും മുറുക്കുക. 5. ഓക്കെ ഈസി. 3 more 3 more. 5. 7 അടിച്ചേ. ഇരിക്കട്ടെ, അത് കൂട്ടത്തില്ല. അതോടെ ഇല്ലില്ല. ഈസി. ഒന്നുകൂടെ ലാസ്റ്റ്. പയ്യെ 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 ഇരിക്കും. കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇതൊക്കെ വെക്ക് നിർത്ത്. I'm dead. I'm back on the floor. നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി. അതൊക്കെ പറ്റും. അടുത്ത ആഴ്ച തൊട്ട് ഹെവി ഇൻറ്റൻസിറ്റി ആണ്, ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ്. ഓക്കെ, അവിടെ മടിയൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ഇല്ലെന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. നാളെ ഞാൻ ഈ സമയത്ത് വരും. നാളെ ഈ സമയത്ത് ഒറ്റയ്ക്ക് വരും. അതെനിക്കറിയാം. ഇന്നിവിടെ നമുക്ക് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ട് എന്തായാലും നാളെ വരും. എനിക്ക് മോട്ടിവേഷൻ കിട്ടി. മോട്ടിവേഷനാ, അതൊക്കെ അത്രേ ഉള്ളൂ. അതല്ലേ നമ്മുടെ എല്ലാവരുടെയും മോട്ടിവേഷൻ. അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമ്മുടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസ് ഉണ്ട്, അമ്മലുണ്ട്. എനിക്ക് ഇന്ന് സെഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്തു. സെഷന് കുറച്ച് സമയം പോയി, എന്നാലും കുഴപ്പമില്ല. അടുത്ത വർക്കൗട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് വർക്കൗട്ട് സെഷൻസ് നമ്മൾ നെക്സ്റ്റ് വീക്കൊക്കെ കഴിയുമ്പോഴേ കറക്റ്റ് ഓൺ ട്രാക്ക് ആവുള്ളൂ. ഇതുവരെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വാമിങ് അപ്പ് എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ആഴ്ചയോട്ടാണ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്. അപ്പോൾ അതിൻ്റെ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് അതിൻ്റെ വീഡിയോസാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പോൾ ക്ഷീണമായി അല്ലേ? എന്തോ അമ്മൽ കുറേ നാളോട് ഇന്നാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നായിരിക്കും അമ്മലും മടിയുന്നത്, പക്ഷെ ഇന്ന് അമ്മൽ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അമലിൻ്റെ മോട്ടിവേഷൻ 2 മോട്ടിവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്.
അതിലൊന്നിപ്പം അമലിൻ്റെ ഒരു മോട്ടിവേഷൻ അല്ലാതായി മാറിയിരിക്കുകയാണ് മദ്യം. ഇപ്പം വേറൊരു മോട്ടിവേഷൻ ഉണ്ട്, അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ബാക്കിയുള്ള വ്ളോഗുകൾ വരുമ്പോഴത്തേക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം see you on another vlog, see you on another video, and then bye bye, take care.